ഹായ് മക്കളെ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. +1 മോഡൽ എക്സാമിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആദ്യം മോഡൽ എക്സാം ടൈം ടേബിൾ വന്ന സമയത്ത് തന്നെ ഒരുപാട് ആരോപണങ്ങൾ ആ ടൈം ടേബിളിനെതിരെ വന്നിരുന്നു. ഫെബ്രുവരി 16 സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി 21 തീരുന്ന രീതിയിൽ ടൈറ്റ്ലി പാക്ഡ് ആയ ഒരു എക്സാം ടൈം ടേബിൾ ആയിരുന്നു ആദ്യം വന്നിരുന്നത്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടായിരിക്കണം പുതിയൊരു ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ ഒരു സയൻസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 17 അന്ന് ഇംഗ്ലീഷാണ്. പഴയ ടൈം ടേബിളിലും ഇംഗ്ലീഷ് തന്നെയായിരുന്നു. ഇനി 18 തീയതി വെനസ്ഡേ കെമിസ്ട്രി ആണ്, അതും പഴയ ടൈം ടേബിളിൽ സെയിം ആയിരുന്നു. തേഴ്സ്ഡേ മാത്സ് ആണ്, അതിലും മാറ്റമില്ല. മാറ്റം വരുന്നത് ഫ്രൈഡേ തൊട്ടാണ്. കാരണം കഴിഞ്ഞ ടൈം ടേബിളിൽ ഫ്രൈഡേ 2 എക്സാം ഉണ്ടായിരുന്നു, സെക്കൻഡ് ലാംഗ്വേജും അതുപോലെ തന്നെ ഫിസിക്സും. വെള്ളിയാഴ്ചയാണ് ടൈം ടേബിളിൽ ടൈമിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാറുണ്ട് പ്രയറിനനുസരിച്ച്. അതിന് കൂടെ നോമ്പ് കാലം കൂടി പരിഗണിച്ച് അന്ന് ഒരു എക്സാം മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അന്ന് ഫിസിക്സ് ആണ്, ആഫ്റ്റർനൂൺ ആയിരിക്കും എക്സാം ഉണ്ടാവുക. മറ്റൊരു മാറ്റം, ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ പഴയ ടൈം ടേബിളിൽ എക്സാം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. അതിനി മൺഡേ ആണ്. നിങ്ങൾക്ക് CS ആണെങ്കിൽ മൺഡേ മോർണിംഗും ബയോളജി ആണെങ്കിൽ മൺഡേ ആഫ്റ്റർനൂൺ ആണ്. ഇനി അതേപോലെ 24 ട്യൂസ്ഡേ ആയിരിക്കും സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ടൈം ടേബിളിലെ മാറ്റം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാം. പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി എക്സാമിനിടയിൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പ്രോപ്പറായിട്ട് മോഡൽ എക്സാമിന് പഠിച്ച് ഒരു മാതൃകാ പരീക്ഷ ആക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇനി വേറെ രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ മുൻപത്തെ ടൈം ടേബിൾ 21 ഈ ഒരു ശനിയാഴ്ച തീർന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഒരു 2 വീക്കോളം എന്തുണ്ട് കിട്ടുമായിരുന്നു, ഒരു സ്റ്റഡി ലീവ് കിട്ടുമായിരുന്നു. ഇപ്പം അതിൻ്റെ ഡേയ്സിലൊന്നും ഒരു 2-3 ദിവസങ്ങളിൽ ഒരു കുറവുള്ളത് മേ ബി കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഒരു നെഗറ്റീവായിട്ട് തോന്നാനും ചാൻസ് ഉണ്ട്. എന്തൊക്കെ തന്നെയായാലും നമ്മൾ ഇതും വെച്ച് മുന്നോട്ട് പോകുന്നു. ഇത് ഫൈനൽ ടൈം ടേബിൾ ആണ്, ഇതിലൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ട് എജുപോണ്ട് ഒരു സ്റ്റഡി പ്ലാൻ ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എജുപോണ്ടിന്റെ ചാനൽ നടക്കുന്നുണ്ട്. 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിച്ച് തീർക്കാം എന്നുള്ള ടൈം ടേബിൾ ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം, ഫ്രണ്ട്സിനെയും കൂട്ടി വരണം. മറക്കരുത്, സൺഡേ 7 മണിക്കായിരിക്കും സ്റ്റഡി പ്ലാൻ.